ധനുഷോടെ കേരളത്തിൽ പൊതുവെ പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം കുറച്ച് കൂടുതലാണ് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച്. ഇന്ത്യയിൽ മൊത്തത്തിൽ കൂടുതലാണല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനങ്ങൾ മരണപ്പെടുന്നത് ഈ അണലിയുടെ കടി കൊണ്ടാണ്. ഈ അണലിയെക്കുറിച്ച് എന്താണ് കൂടുതൽ വിവരങ്ങൾ? അണലി സുന്ദരനാണ്, സുമുഖനാണ്, പ്രസവിക്കില്ല. ഇതാണ് കൂടുതൽ വിവരങ്ങൾ. അണലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം രാജഗോപാലിനെ കുറിച്ച് എടുത്തല്ലോ, അത് നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ താഴെ വാവ സുരേഷ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു വാവ സുരേഷ്. ഞാൻ വാവ സുരേഷിൻ്റെ വലിയൊരു ഫാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണെന്നാണ് പുള്ളി അതിലൂടെ പറയുന്നത്. ഒഫീഷ്യൽ അക്കൗണ്ടായിരുന്നു വാവ സുരേഷിൻ്റെ, അത് ഞാൻ കണ്ടു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു പാമ്പിൻ്റെ ഒരു കാര്യം കൂടെ. കാരണം ഈ അണലിയെക്കുറിച്ച് എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് നവംബർ മാസമാണ്. നവംബർ മാസം കഴിഞ്ഞ് വരുമ്പോകുന്ന മാസം എന്ന് പറഞ്ഞാൽ ഡിസംബർ, ജനുവരി. അപ്പോൾ ഈ ജനുവരി, ഡിസംബർ മാസങ്ങളിലാണ് ഈ പാമ്പ് ഏറ്റവും കൂടുതൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കാണാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമുക്കൊരു അവയർനെസ് എന്ന പോലെ ഈ വീഡിയോ കൊടുക്കാൻ പറ്റിയാൽ സന്തോഷം. മനസ്സിലായില്ലേ? ഈ അണലി എന്ന് പറയുന്ന പാമ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും വൃത്തികെട്ട പാമ്പാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പാമ്പാണ്, ഭയമുള്ളൊരു പാമ്പ് കൂടെയാണ്. നമ്മുടെ ഈ മൂർഖനും ഈ രാജവെമ്പാലയും ശംഖുവരയനൊക്കെ പിന്നെയും സഹിക്കാം. ഈ ശംഖുവരയനൊരു പ്രത്യേകതയുണ്ട്. ശംഖുവരയൻ, വെള്ളിക്കെട്ടൻ എന്നൊക്കെ പറയുന്ന പാമ്പില്ലേ, ഭയങ്കര ടോക്സിറ്റിയാണ് അതിൻ്റെ വിഷത്തിന്. അത് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അറിയത്തില്ല. കടി കൊണ്ട് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെന്ന് കിടന്നൊക്കെ ഉറങ്ങുമ്പോൾ ഉറക്കത്തിലൊക്കെ വലിച്ചു പോകും. അണലി അങ്ങനെയല്ല, കടി കൊണ്ട് അസഹ്യമായിട്ടുള്ള വേദനയായിരിക്കും. കാരണം ഏറ്റവും വലിയ വിഷപ്പല്ലുള്ള പാമ്പാണ് അണലി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ വിഷപ്പല്ല് എനിക്ക് തോന്നുന്നു, സബ്ജക്ട് ടു കറക്ഷൻ, ലോകത്തിലെ ഏറ്റവും വലിയ വിഷപ്പല്ല് ഗബൂൺ വൈപ്പർ എന്ന് പറയുന്ന വൈപ്പറിനാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ അണലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രസവിക്കുന്ന പാമ്പാണ് പറഞ്ഞതുപോലെ. ഇതിന് കുറേ പേരുകളുണ്ട്. ഇതിന് ചേനത്തണ്ടൻ എന്ന് പേരുണ്ട്, ഇതിന് വട്ടക്കൂറ എന്ന് പേരുണ്ട്, ഇതിന് രക്തമണ്ഡലി എന്ന് പേരുണ്ട്, ഇതിന് രക്ത അണലി എന്ന് പേരുണ്ട്. പല സ്ഥലങ്ങളിൽ ഇത് പല പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ചേനത്തണ്ടൻ എന്ന് ഇതിന് പേര് വരാനുള്ള ഒരു കാര്യം, നമ്മുടെ ചേനയുടെ തണ്ടിലുള്ള ആ ഒരു മാർക്കുണ്ടല്ലോ, റൗണ്ട് പോലെ, അങ്ങനെയുള്ള മാർക്ക് ഇതിൻ്റെ ശരീരത്തിൽ നമുക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ചില പ്രദേശങ്ങളിൽ ഇതിനെ ചേനത്തണ്ടൻ എന്ന് വിളിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ഇത് വട്ടത്തിൽ റൗണ്ട് അടിച്ചാണ് കിടക്കുന്നത്, കണ്ടിട്ടുണ്ട്. ഇത് കടിക്കാൻ വരുമ്പോഴൊക്കെ ഇത് വട്ടത്തിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ പിറകിലോട്ട് ആഞ്ഞ് കടിക്കുന്നു, വട്ടക്കൂറ എന്ന് പറയുന്നു. ചില സ്ഥലങ്ങളിൽ രക്തമണ്ഡലി, രക്ത അണലി എന്ന് പറയുന്നു. അതിന് വലിയൊരു കാര്യമുണ്ട്. അതായത് ബാക്കിയുള്ള സകല പാമ്പുകളും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രാജവെമ്പാല, മൂർഖൻ, ശംഖുവരയൻ, ഇതിൻ്റെയൊക്കെ വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോടോക്സിക്കാണ്. ന്യൂറോടോക്സിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രാജവെമ്പാലയോ ശംഖുവരയനോ പിന്നെ മൂർഖൻ പാമ്പോ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും മരിക്കാനായിട്ടുള്ള സാധ്യതയുള്ളത് ഇത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്. നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടുതലും ശ്വാസം കിട്ടാതാവും, ലങ്സൊക്കെ കൊളാപ്സ് ആവും, അങ്ങനെയാണ് മരിക്കുന്നത്. എന്തായിരുന്നാലും മരണമെന്ന് പറഞ്ഞാൽ അതിഭീകരമായിരിക്കും, ഭീതിതമായിട്ടുള്ള മരണമാണ്. അപ്പോൾ അങ്ങനെ ശ്വാസം കിട്ടാതെ ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒരു മരണമാണ്. നമ്മുടെ നാഡീവ്യൂഹത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കും, നമ്മളെ മൊത്തത്തിൽ തളർത്തിയിട്ട് അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. പക്ഷേ അണലിയുടെ കടി എന്ന് പറഞ്ഞാൽ, കടിയേറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ വിഷം എന്ന് പറഞ്ഞാൽ ഹെമോടോക്സിക്കാണ്. ഹെമോടോക്സിക് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ രക്തത്തെയാണ് ബാധിക്കുന്നത്, രക്തക്കുഴലുകളെയും രക്തത്തെയാണ് ബാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തം ക്ലോട്ടായാണ് അണലിയുടെ കടിയേറ്റാൽ മരിക്കുന്നത്. നമ്മൾ രക്തം ഒഴുകില്ല ശരീരത്തിലൂടെ. ഇപ്പോൾ ശ്രീത് ഒരു കാര്യമല്ല, ഞാൻ ഈ കൈ ഇങ്ങനെ മുറിക്കുമ്പോൾ ഈ കൈയിലെ രക്തം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണും. ഈ കൈ ഇങ്ങനെ മുറിക്കുമ്പോൾ ബ്ലഡ് ഒഴുകി വരാത്തൊരു സാഹചര്യം ആലോചിച്ച് നോക്ക്. ബ്ലഡ് ഇങ്ങനെ ജാമ് പോലെ ആയിരിക്കുകയാണ് ശരീരത്തിൽ. ജാമില്ലേ, നമ്മുടെ ജാമ് തോണ്ടിയെടുക്കുമ്പോൾ എങ്ങനെയായിരിക്കുന്നത്, ആ ജാമ് പോലെ ഇരുന്നാൽ. ഇത് ഞാൻ അനിമൽ പ്ലാനറ്റിലോ നാഷണൽ ജിയോഗ്രഫിക്കിലോ ഡിസ്കവറിയിലോ എന്തോ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഈ അണലിയുടെ വിഷം അവർ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ട് ഈ ഒരു നമ്മുടെ ഹ്യൂമൻ ബ്ലഡിൽ അവർ ഒരു തുള്ളി വിഷം ഒഴിക്കും. എന്നിട്ട് അവരിങ്ങനെ ആ ബ്ലഡിനെ ഒന്ന് അതുമായിട്ട് മിക്സ് ചെയ്യും. അതിങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ വിത്തിൻ സെക്കൻഡ്സ് ഉണ്ടല്ലോ, ആ വെള്ളം പോലെ കിടക്കുന്ന ബ്ലഡിൽ ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടൻ്റാണ്, പ്ലാസ്മയാണ്, അറിയാമല്ലോ. ഈ ബ്ലഡ് എന്ന് പറയുന്നത് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ കറങ്ങാതെ ആവും. മനസ്സിലായില്ലേ? അത് കട്ടിയായി, ഒരു കട്ട പോലെയായി. മനസ്സിലായി? ബ്ലഡ് ഒരു കട്ട പോലെയായി. അപ്പം ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ബ്ലഡ് ഒഴുകാൻ പറ്റില്ല. നമ്മുടെ ചിലപ്പോൾ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും വരെ ചോര വാർന്ന് നമ്മൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതായത് അത്രയ്ക്ക് ഭയങ്കര വേദനാജനകമായിരിക്കും ആ മരണമെന്ന് പറയുന്നത്. അതാണ് അണലിയുടെ വിഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഞാൻ പറഞ്ഞു 360 ഡിഗ്രി കറങ്ങി കടിക്കാൻ കഴിവുള്ളൊരു പാമ്പാണ് അണലി എന്ന് പറഞ്ഞു. അത് 360 ഡിഗ്രി ഇരിക്കുമ്പോൾ അത് അതായത് വാരി പിടിച്ചാലും അതിൻ്റെ തല എവിടെയാണെങ്കിൽ അത് പൊടുന്നതിനെ തിരിച്ച് ചാടി കടിക്കുന്ന ഒരു പാമ്പാണ് അണലി എന്ന് പറയുന്നത്. പിന്നെ ഈ അണലി കടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ
എന്താണ് മരണപ്പെട്ടില്ലെങ്കിലും വൈകല്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കിഡ്നിയൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ജീവിതകാലം മുഴുവൻ ഡയാലിസിസ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതാണ് ഈ അണലിയുടെ ഒരു കടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത്. പിന്നെ ശരീരത്തിൽ ഈ സ്കിന്നിന് തകരാറുണ്ടാവുക അങ്ങനത്തെ. ഈ ഡിസംബർ മാസം അതെന്താണ്? അത് പ്രസവിക്കുന്ന സമയമായിരിക്കാം. അതായിരിക്കാം ഈ ഡിസംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ അണലി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറത്തിറങ്ങരുതെന്ന് പറയുന്നത്. ചിലപ്പോൾ തണുപ്പ് സമയമായതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഡിസംബറും നമ്മുടെ ജനുവരിയുമാണ് അണലികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഈ അണലിയുടെ കടിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തലകറക്കം ഉണ്ടാവും. ഇത് കടിച്ചാൽ കടിയേറ്റ ഭാഗത്ത് നീര് ഭയങ്കരമായിട്ടുണ്ടാവും, തലകറക്കം ഉണ്ടാവും, രോമകൂപങ്ങളിലൂടെ രക്തം പൊടിയും. എന്ന് പറഞ്ഞാൽ രോമകൂപങ്ങളിലൂടെ വരെ രക്തം പൊടിയുമെന്നാണ് പറയുന്നത്. അങ്ങനെ പൊടിഞ്ഞാണ് മരിക്കാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഇത് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, ഒരു 6 ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ, ഈ പാമ്പ് കടിയേറ്റ വ്യക്തിയെ നമ്മൾ ഒരിക്കലും ഓടാനോ അയാളെ നടത്താനോ പാടില്ല. കാരണം അയാളുടെ ബ്ലഡ് ഹീറ്റായി കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ വളരെ സ്പീഡിലാവും. നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഹാർട്ട് ബീറ്റ് കൂടുന്നില്ലേ, ഹൃദയം പെട്ടെന്ന് പമ്പ് ചെയ്യും ബ്ലഡ്. അങ്ങനെ പമ്പ് ചെയ്താലെന്ന് പറഞ്ഞാൽ ഈ കടിയേറ്റത് കാലിലാണെങ്കിൽ ഈ കാലിൽ നിന്ന് ബ്ലഡ് ശരീരം മൊത്തം എന്ന് പറഞ്ഞാൽ ഈ വിഷം ശരീരം മൊത്തം വ്യാപിക്കാൻ കുറച്ച് സമയം മാത്രം മതി, മരണം പെട്ടെന്നായി പോകും. അപ്പോൾ അതുകൊണ്ട് ഓടാനും നടക്കാനും പാടില്ല എന്നുള്ളതാണ്. വെള്ളം കൊടുക്കാൻ പാടില്ല, ഭക്ഷണം കൊടുക്കാൻ പാടില്ല. കടിയേറ്റ വ്യക്തിക്ക് 2 കൊടുക്കാനായിട്ട് പാടില്ല. കടി കൊണ്ട ഭാഗം സോപ്പ് ഉപയോഗിച്ച് കഴുകണം, വൃത്തിയായിട്ട് കഴുകി വയ്ക്കണം. ആ വ്യക്തിയെ പ്രധാനമായിട്ടും അവരെ ഭയപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കത് പറയാമെന്നുള്ളതേ ഉള്ളൂ. കടി കൊണ്ട വ്യക്തിക്ക് മാത്രമേ ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാകത്തുള്ളൂ. കടി കൊണ്ട ആൾ വിചാരിക്കുന്നത് ഞാനിപ്പം മരിക്കും. ആ ഒരു ഇറ്റ്സ് എ പാനിക്കി സിറ്റുവേഷൻ, മനസ്സിലായില്ലേ? ആ ഒരു സിറ്റുവേഷനിൽ അയാൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഭയപ്പെടുത്താതിരിക്കുക. മാക്സിമം കടി കൊണ്ടുപോകുന്ന അയാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അയാളെ കൂടുതൽ അറിയിക്കാതിരിക്കുക. എന്നിട്ട് പെട്ടെന്ന് ചികിത്സ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചില ആൾക്കാരൊക്കെ നടന്നൊക്കെ പോകുമ്പോൾ എന്തോ കടിച്ച് കേട്ടോ എന്നിങ്ങനെ പറയുമല്ലോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ കടിച്ച പാമ്പാണോ വേറെ എന്താണ്. അപ്പം നമുക്കത് മനസ്സിലാവുമെങ്കിൽ നമ്മൾ അയാളെ ഭയപ്പെടുത്താതെ പെട്ടെന്ന് ആശുപത്രിയിലോട്ട് പോകുക എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊണ്ടുപോകുക എന്നുള്ളതാണ് വേറൊരു കാര്യം. കടി കൊണ്ട ഭാഗം കത്തി, ബ്ലേഡ്, മൂർച്ചയുള്ള വസ്തുക്കൾ ഇതൊന്നും ഉപയോഗിച്ച് കീറാൻ പാടില്ല. അങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊക്കെ തെറ്റാണ്. അതൊക്കെ വളരെ ഡേഞ്ചറസ് ആണ്. അങ്ങനെ കീറി മുറിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിറ്റുവേഷൻ വേഴ്സ്റ്റ് ആവുക മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പാമ്പ് കടിയേറ്റ വ്യക്തിയെ അയാളെ ഇങ്ങനെ നിരപ്പാക്കി കിടത്തണം, മനസ്സിലായില്ല? അങ്ങനെ നിരപ്പാക്കി ഇപ്പം നമ്മൾ കയ്യിലൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ കൈ ഇങ്ങനെ പൊക്കി വയ്ക്കണമെന്ന് പറയുമല്ലോ. അതുപോലെ പാമ്പ് കടിയേറ്റ വ്യക്തിയെ നിരപ്പാക്കി കിടത്തുക. എന്നിട്ട് നമ്മൾ ആശുപത്രിയിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ പാമ്പിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ എന്താണ്, എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കുക. അതിന് മുമ്പുള്ള ചെറിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുന്ന മുമ്പ് എടുക്കാനുള്ള ചെറിയ പ്രിക്കോഷൻസാണ് ഇതിലൂടെ പറഞ്ഞത്. ഓക്കെ.